അവിടെ തുപ്പാനുള്ള സ്ഥലമല്ല. എനിക്ക് തുപ്പാൻ ഇത്രയും സ്ഥലം മതി. മനസ്സിലായോ? ഓമനക്കുട്ടന്റെ അച്ഛനും അമ്മയാ. എന്റെ മകൻ ഓമനക്കുട്ടനെ ആരോ പൂട്ടിയിട്ടിരിക്കുന്നു. അവൻ അതിനുള്ളിൽ കിടന്ന് അമ്മേ അമ്മേ പൂട്ട് തുറക്കൂ പൂട്ട് തുറക്കൂന്ന് ഉറക്ക വിളിക്കുന്നു. അയ്യോ, ഇതൊക്കെ അവിടെ എങ്ങനെ അറിഞ്ഞു? എങ്ങനെ അറിഞ്ഞുവെന്നോ? മണ്ടക്കാട്ട് ഭഗവതിയെ ഉപാസിക്കുന്നവളാണ് ഞാൻ. എന്റെ മകനെ പൂട്ടിയിട്ടത് ആരായാലും ശരി, അവൻ പുഴുത്തു ചാകും. അയ്യോ, പൂട്ടിയത് ഞാനല്ല. പിന്നെ വേറെ ആര്? ആ പിഷാരടി, നിങ്ങൾ ആ ഓമനക്കുട്ടിനെ മുറിയിലിട്ട് പൂട്ടിയെന്നും പറഞ്ഞ് അയാളുടെ അച്ഛനും അമ്മയും വന്ന് ബഹളം ഉണ്ടാക്കുന്നു. നിങ്ങൾ എന്തിനാ മണ്ടൻ തിരുമേനി ആ കാര്യമൊക്കെ അവരോട് പറയാൻ പോയത്? ഞാനൊന്നും പറഞ്ഞില്ല. എല്ലാം ആ മണ്ടക്കാട്ട് പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. എവിടെ ഈ മണ്ടക്കാട്ട്? മണ്ടയില്ലാത്ത തന്നോട് അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? അത് ശരി, ഞാൻ കേറട്ടെ. കേറിക്കോ. ഞാൻ പിഷാരടി. നമസ്കാരം. നമസ്കാരം. ഓമനക്കുട്ടൻ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ മകനെ തുറന്നു വിട്. മണ്ടക്കാട്ട് ഭഗവതിയാണ് പറയുന്നത്. ആള് സ്ഥലത്തുണ്ടെങ്കിലല്ലേ തുറന്നു വിടാൻ പറ്റൂ അല്ലേ? എന്റെ കുഞ്ഞിനെ ആര് പൂട്ടിയാലും അവൻ പുഴുത്ത് പുഴുത്ത് ചാവും. അരുത്, ശപിക്കരുത്. ജന്മത്തിൽ പാപഗ്രഹം ഉള്ളതുകൊണ്ട് സ്ത്രീ ശാപം കൂടി ഏൽക്ക വയ്യ. അപ്പൊ താനാണോ എന്റെ കുഞ്ഞിനെ പൂട്ടിയത്? അല്ല, ആര് പൂട്ടിയാലും പുഴുത്തു പുഴുത്ത് ചാകുന്നത് ബുദ്ധിമുട്ടാണ്. ഓമനക്കുട്ട എവിടെ പോയെന്ന് പറ. ഇത്രയും കാലം ഞങ്ങളുടെ കുഞ്ഞ് ഞങ്ങളെ പിരിഞ്ഞിരുന്നിട്ടില്ല. ഈ മാസത്തിൽ ശമ്പളം വായിച്ചു തന്നിട്ടില്ല. ഓമനക്കുട്ടൻ ട്രെയിനിങ്ങിനായി വിശാഖപട്ടണത്ത് പോയിരിക്കുക. എപ്പോ വരും? അയ്യരെ എപ്പോ വരും എന്നാ പറഞ്ഞേ? ഒന്നും പറയാതല്ലേ പോയത്? ഹോട്ടലുകാർക്ക് അറിയാം. ആ, ഹോട്ടലുകാർക്ക് അറിയാവൂ. അപ്പൊ നമുക്ക് അവിടെ പോയി നോക്കാം. അല്ല, ഇവിടം വരെ വന്ന സ്ഥിതിക്ക് നമുക്ക് നമ്മുടെ വീട്ടിൽ പോയി കുളിച്ച് ആഹാരം കഴിച്ചിട്ട് പിന്നെ ഹോട്ടലിലേക്ക് പോവാം. ഞാൻ കഴിക്കാൻ എന്തെങ്കിലും തയ്യാറാക്കട്ടെ. ഇനി ഇവിടെ തുപ്പരുത്. ഇനി നമുക്ക് അവിടെ തുപ്പാം. എത്ര നേരമായി ഇത്തിരി ചൂട് വെള്ളം ചോദിച്ചേട്ടാ? ഞാൻ അമ്മയ്ക്ക് ഇത്തിരി കാപ്പി ഉണ്ടായിക്കൊണ്ടിരിക്കുക. കാനെന്നെ കളിയാക്ക? ഇത് ആസ്മയുടെയാ? ഇത് പുകയുടെയാ? ഇത് തുപ്പമായിരുന്നില്ലേ? ഇതിനകത്ത് ഒരു ത്രില്ലില്ല.